അപ്പോൾ നമ്മുടെ വാൽപ്പാറ മൂന്നാർ യാത്രയുടെ ആദ്യത്തെ 3 എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ അതായത് ഈ ഒരു യാത്രയാണ് ഞങ്ങൾക്ക് ഈ ട്രിപ്പിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നത്. അപ്പോൾ നല്ല വില്ലേജ് ഏരിയയാണ് കേട്ടോ. ഇവിടെ മൊത്തം നല്ല രസമുള്ള, എനിക്ക് വാൽപ്പാറ വന്നിട്ട് മനസ്സിലായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ നല്ല രസമുള്ള കുറേ കാഴ്ചകൾ, കുറേ വില്ലേജ് ലൈഫും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും യങ്സ്റ്റേഴ്സിന് ഈ സംഭവം കൂടുതൽ ഇഷ്ടം. കാരണം ഇതിൽ ബൈക്കിൽ നമ്മൾ പോയി കഴിഞ്ഞാലും ബസ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് ഇവിടെ കൂടുതൽ സ്ഥലങ്ങളും സംഭവങ്ങളും കാണാനുള്ളത്. അല്ല ഒരു സ്ഥലത്ത് പോയിട്ട് ഇന്നൊരു സംഭവം അങ്ങനെ കാണാനൊരു സംഭവമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഹെയർ പിൻ ബെൻഡ് ഉണ്ട്. ഏകദേശം 40 ഹെയർ പിൻ ബെൻഡാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ തമിഴ്നാട്ടിലെ എന്തൊക്കെ പറഞ്ഞാലും സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇവർ ഒരു വിട്ടുവീഴ്ചയില്ല കേട്ടോ. ഈ എല്ലാ ഹെയർ പിൻ ബെൻഡുകളിലും, അതായത് ഏകദേശം 40 എണ്ണം ഉണ്ട്, അതിൽ ഫുള്ളും ഇവർ സേഫ്റ്റിക്കായിട്ടൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം, അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു സാധനം. അപ്പോൾ ഈവൻ വലിയൊരു വണ്ടി വന്നാൽ പോലും ഒരു ആക്സിഡൻറ്റോ സംഭവം വന്ന് താഴോട്ട് പോകാനുള്ള ചാൻസ് ഇല്ല, അതിൽ തട്ടി മുന്നോട്ട് നിൽക്കാനുള്ള സാധ്യതയുള്ളൂ. കാരണം എല്ലാ ഹെയർ പിൻ ബെൻഡിലും അത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ആ മോളിൽ നിന്നുള്ള താഴോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രസമുള്ള ഡ്രൈവാണ്. പ്രത്യേകിച്ച് ബൈക്കോ അല്ലെങ്കിൽ അതുപോലെ എങ്ങനെ വന്നാലും ഒരു രസമുള്ള സംഭവമാണ്. ഇതിൻ്റെ പുറകിലായിട്ട് നമുക്കിതിൽ വരുമ്പോഴത്തേക്കും ആളിയാറിൻ്റെ ഡാമിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് താഴോട്ട് വരാൻ പറ്റും. ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെ ഒരു അമ്പലത്തിൽ ഒരു ഉത്സവം കണ്ടു കേട്ടോ. കുറേ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം മിക്സ് ചെയ്ത് ഒരേ സ്റ്റെപ്പിൽ നല്ല താളമൊക്കെ പിടിച്ച് ഡാൻസ് കളിക്കുന്ന ഒരു സംഭവം നമ്മുടെ ഇവിടെ ഒന്നും ഇപ്പോൾ ഇത് കാണാനില്ല. എന്തായാലും അതൊക്കെ രസമുള്ളൊരു കാഴ്ചകളായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആ ഡ്രൈവും നല്ല രസമുള്ളൊരു സംഭവമായിരുന്നു. നമ്മളത് ഈ ഒരു ഭാഗത്ത് ഞങ്ങൾ വന്നപ്പോൾ നോക്കിയായിരുന്നു, ഒരു ഫോറിനറെ കഴിഞ്ഞിടയ്ക്ക് ഒരു ആന കുത്തിക്കുന്ന സ്ഥലമായിട്ടത്. ഇവിടെ ഒരുപാട് ആനിമൽസിനെ കാണാൻ സാധ്യതയുള്ള സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾക്ക് നിർഭാഗ്യവശാൽ കുറച്ച് കാട്ടുപന്നിയും അതുപോലെ മലയണ്ണാനും കുരങ്ങനെയൊക്കെ കുറേ മയിലിനെയൊക്കെ കാണാൻ പറ്റി. അവിടുന്ന് താഴോട്ട് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ആളിയാറിൻ്റെ ഡാമിൻ്റെ വ്യൂ എല്ലാം കണ്ട് നേരെ താഴെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് എക്സാക്റ്റ് ഒരു പഴയ കേരളം എന്ന് പറയുന്ന ടൈപ്പ് കുറേ വില്ലേജ്, കുറേ മയിലുകളും തെങ്ങും തോട്ടവും എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കേരളം എങ്ങനെയായിരുന്നു അതാണ് ഇപ്പോൾ അവിടെ. ഇതിലേ ഉള്ള ഡ്രൈവൊക്കെ നല്ല കിടിലമാണ്. അപ്പോൾ നമ്മളിതിലെ ഈ വഴി വന്നിട്ട് നമ്മൾ ആനമലൈ ടൈഗർ റിസർവ് വഴി കയറിയിട്ട് നമ്മുടെ മൂന്നാർ വരാനുള്ള പ്ലാനായിരുന്നു. അതായത് നമ്മുടെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി വഴി. അപ്പോൾ ഞങ്ങൾ ഇവിടെയും ഒരുപാട് ആനിമൽസിനെ കാണേണ്ടതാണ്. പക്ഷേ ഞങ്ങളുടെ നിർഭാഗ്യവശാലൊന്നും ഉണ്ടായില്ല. കുറച്ച് അതിൽ മയിലും അതുപോലെ കുറേ ദൂരെ കുറേ ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ നേരെ മൂന്നാർ വന്നിട്ട്, മൂന്നാറല്ല മറയൂർ വന്നിട്ടൊരു കോട്ടേജ് എടുത്തു. 5th റേഞ്ച് കോട്ടേജ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ നൈറ്റ് കുറച്ചൊരു ക്യാമ്പ് ഫയറും അങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ റൂമിനൊരു നല്ല അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല വലിപ്പമൊക്കെ ഉണ്ട്. നല്ലൊരു വ്യൂ പോയിൻറ്റും ഉണ്ട് കേട്ടോ ഇവിടെ നല്ലൊരു വ്യൂ ഒക്കെ ഉള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അതായത് മീഡിയം റേറ്റിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോട്ടേജായിരുന്നു നമ്മൾ എടുത്തത്. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്തു. അടുത്ത ദിവസം നമുക്ക് ജക്രാന്ത സീസണായിരുന്നു. അപ്പോൾ ചെടികൾ, ആ മരങ്ങൾ കാണാൻ പോയതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കുന്നതായിരിക്കും.